ഇന്നത്തെ പ്രൊഡക്ഷനാണ് കാണിക്കുന്നത് കേട്ടോ. നോക്കുക, അതായത് 1 kV സോളാർ സിസ്റ്റം വെച്ചിട്ട് എത്ര യൂണിറ്റ് ആണുള്ളത് നോക്കുക കേട്ടോ. ഇപ്പോൾ രാത്രി 9 മണിയായിട്ടുണ്ട്. 23.3 കറക്റ്റ് 23 വോൾട്ട് ആകുമ്പം ഗ്രിഡിലേക്ക് ചേഞ്ച് ആവും. പിന്നെ പ്രൊഡക്ഷൻ 5.1 യൂണിറ്റ്. ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്. അതായത് 1 kV സോളാർ സിസ്റ്റം, 1 kV 1000 വാട്ട്സിൻ്റെ സോളാർ സിസ്റ്റം വെച്ച് കഴിഞ്ഞാൽ എത്ര പ്രൊഡക്ഷൻ മാക്സിമം കിട്ടും എന്നുള്ളത്. ഇപ്പോഴുള്ള പാനൽ വോൾട്ട് ഒന്നുമില്ല. നോക്കുക, ബ്ലിങ്ക് ചെയ്യുന്നത് ഈ ബ്ലൂ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്ന എന്താ മറ്റേ നമ്മുടെ ഗ്രിഡിലേക്ക് ചേഞ്ച് ആവുന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. 23.3 5.1 കേട്ടല്ലേ. 5 യൂണിറ്റ് ഒരു പോയിന്റും ഇന്ന് പ്രൊഡക്ഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെ സംശയം തീർന്നു വിചാരിക്കുന്നു. ഒരുപാട് തന്നെ ചോദിക്കാറുണ്ട് 4 യൂണിറ്റ് കിട്ടും, അത്ര കിട്ടില്ല, ഇത്ര കിട്ടുള്ളൂ എന്നുള്ളത്. കറക്റ്റ് 5 യൂണിറ്റിൻ്റെ മുകളിൽ ശരിക്കും സൺലൈറ്റുള്ള ദിവസങ്ങളിൽ നിന്ന് പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഓഫ് ഗ്രിഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഓഫ് ഗ്രിഡ് വയ്ക്കുന്ന സമയത്ത് നിർബന്ധമായിട്ടും നമ്മൾ പകൽ സമയം ഉപയോഗിക്കണം. പകൽ സമയം ഉപയോഗിക്കാത്ത രീതിയിലുള്ള ഓഫ് ഗ്രിഡാണ് നമുക്ക് നഷ്ടമേ വരുള്ളൂ. പകൽ സമയം മാക്സിമം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പവർ ഇത് കാണിക്കുള്ളൂ. അല്ലാതെ സോളാർ വെച്ചിട്ട് പകൽ സമയം ഒന്നും ഉപയോഗിക്കാതെ ബാറ്ററി ചാർജായി ഫ്ലോട്ട് ചാർജിലേക്ക് പോയി കഴിഞ്ഞാൽ വെറുതെ ചാർജ് വേസ്റ്റ് ആയി, അതായത് എനർജി വേസ്റ്റ് ആവുള്ളൂ. പകൽ സമയം മാക്സിമം ഉപയോഗിക്കുന്നവർക്ക് 1 kV സോളാർ സിസ്റ്റം വെച്ച് കഴിഞ്ഞാൽ 4 യൂണിറ്റിൻ്റെ ശരാശരി 4 യൂണിറ്റിന് മുകളിൽ എന്തായാലും കിട്ടും. ഇന്ന് കാണിക്കുന്നത് നോക്കിയാൽ 5 യൂണിറ്റ്. ഇപ്പോൾ ഞാനിത് വെറുതെ പറയുന്നതല്ലതാണ്. 5.1 യൂണിറ്റ് ഈ ടുഡേ എന്ന് കാണിക്കുന്നത്. ഏൺ ടുഡേ 5.1 യൂണിറ്റ്. അപ്പോൾ ഇത് എല്ലാ സംശയങ്ങളും മറുപടി ആയിട്ട് വീഡിയോ ചെയ്തതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.